ഹലോ സ്റ്റുഡൻസ്, നമ്മളിന്ന് ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട്സിൽ മൂന്നാമത്തെ പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പ്രോബ്ലം നമ്പർ 3. ഫോളോയിങ് ബാലൻസസ് ആർ എക്സ്ട്രാക്റ്റഡ് ഓൺ 31st March 2012 ഫ്രം ദ ബുക്സ് ഓഫ് CB ലിമിറ്റഡ്. ഓക്കെ, നമുക്ക് ഐറ്റംസ് നോക്കാം. ഫാക്ടറി പ്രിമിസസ് വെച്ചാൽ പ്രോപ്പർട്ടി പ്ലാന്റിൻ്റെ എക്യുപ്മെൻറ്റിൽ വേണം. ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ ആദ്യത്തെ നോൺ കറണ്ട് അസറ്റ്സിൽ ആദ്യത്തെയായിട്ടാണ് പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. ഓക്കെ, പ്ലാന്റ് ആൻഡ് മെഷീനറി 3,49,160, അത് PPEയിൽ വരുന്നു. PPE പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ്. മോട്ടോർ ലോറീസ് അതുപോലെ തന്നെ PPEയിൽ വരുന്നു അസറ്റ് സൈഡിൽ. സൺഡ്രി ഡെറ്റേഴ്സ് കറണ്ട് അസറ്റ്സിൽ വരുന്നതാണ്. ബാഡ് ഡെപ്റ്റ്സ് നമുക്കറിയാം, അത് ബാഡ് ഡെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ അതർ എക്സ്പെൻസിൽ വരുന്നു. റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, അതർ എക്സ്പെൻസ്. അതർ എക്സ്പെൻസ് ആകുമ്പോൾ E7 നമുക്കറിയാം. E1 മെറ്റീരിയൽ കൺസ്യൂംഡ്, E2 പർച്ചേസസ്, E3 ചേഞ്ചസ് ഇൻ എൻട്രീസ്, E4 എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്, E5 ഫിനാൻസ് കോസ്റ്റ്, E6 ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, E7 അതർ എക്സ്പെൻസസ്. അതിലേക്കുള്ളതാണ് ഈ റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്. ഓക്കെ, ബാഡ് ഡെപ്റ്റും അതിലേക്കുള്ളതാണ്. അഡ്വർടൈസ്മെൻറ്റും E7ലേക്കുള്ളതാണ് അതർ എക്സ്പെൻസ്. ക്യാഷ് ഇൻ ബാങ്ക്, ക്യാഷ് ആൻഡ് ക്യാഷ് ഈക്വലൻസ് കറണ്ട് അസറ്റ്സിൽ എഴുതണം. ഡയറക്ടേഴ്സ് ഫീസ് E7ലേക്കുള്ളതാണ്. ഓഡിറ്റേഴ്സ് ഫീസ് E7ലേക്കുള്ളതാണ്. സ്റ്റോക്ക് 31st March 2012, അത് ക്ലോസിംഗ് സ്റ്റോക്കാണ്. അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ഇൻവെൻറ്ററീസിൽ എഴുതും. ഓക്കെ, ദെൻ റെൻറ്റ് ആൻഡ് ടാക്സസ് പെയ്ഡ് ഇൻ അഡ്വാൻസ് അതർ കറണ്ട് അസറ്റ്സിൽ വരുന്നതാണത്. അതർ കറണ്ട് അസറ്റ്സ്, അതായത് നമുക്ക് അസറ്റ് സൈഡിൽ സാലറീസ് ആൻഡ് വേജസ്, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ എഴുതാം. ഡിവിഡൻറ്റ് പെയ്ഡ് എന്ന് പറയുമ്പോൾ രണ്ട് തരം ഡിവിഡൻറ്റ്, ഓൺ പ്രിഫറൻസ് ഷെയർസ് ഉണ്ട്, ഓൺ ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അപ്പോൾ ഈ ഓൺ പ്രിഫറൻസ് ഷെയർസിൻ്റെ ഡിവിഡൻറ്റ് ഫിനാൻസ് കോസ്റ്റിലാണ് എഴുതാം. അപ്പോൾ അത് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ എക്സ്പെൻസിൽ വരും. പ്രോഫിറ്റ് ലോസിൻ്റെ എക്സ്പെൻസിൽ ഫിനാൻസ് കോസ്റ്റ് E5 ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്തത്. ഇക്വിറ്റി ഷെയർസ് എന്ന് പറയുമ്പോൾ അത് സർപ്ലസിൽ നിന്ന് കുറയ്ക്കേണ്ടതാണ്. അതർ ഇക്വിറ്റിയിൽ സർപ്ലസ് എഴുതുമ്പോൾ അതിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടാണ് ഇത്. രണ്ട് സ്ഥലത്താണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. ആദ്യ കാലങ്ങളിൽ പഴയ ഫോർമാറ്റ് അനുസരിച്ചാണെങ്കിൽ അത് അപ്രോപ്രിയേഷനിൽ ഡെബിറ്റ്സിൽ എഴുതുന്ന ഐറ്റമായിരുന്നു രണ്ടും. ഇപ്പോൾ പുതിയ ഫോർമാറ്റ് അനുസരിച്ച് പ്രിഫറൻസ് ഷെയർ ഡിവിഡൻറ്റ് നമ്മൾ ഫിനാൻസ് കോസ്റ്റായിട്ടും ഇക്വിറ്റി ഷെയറിൻ്റെ ഡിവിഡൻറ്റ് സർപ്ലസിൽ നിന്ന് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഓക്കെ, പേറ്റൻസ് അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്നു. ഗുഡ് വിൽ ഇൻടാഞ്ചിബിൾ അസറ്റ്സിൽ വരുന്നു. ഓക്കെ, അതാണ് ഡെബിറ്റ് സൈഡിൽ. ഓട്ടെ, ഇനി നമുക്ക് ക്രെഡിറ്റ് ബാലൻസുകൾ നോക്കാം. ഷെയർ ക്യാപിറ്റൽ, രണ്ട് തരം ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. പ്രിഫറൻസ് ഷെയർ ഉണ്ട്, ഇക്വിറ്റി ഷെയർ ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ആ പ്രിഫറൻസ് ഷെയറിൻ്റെ എമൗണ്ട്, അപ്പോൾ നമുക്കറിയാം ഇക്വിറ്റി എന്നുള്ളതിൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമേ എഴുതാറുള്ളൂ. ഓക്കെ, അപ്പോൾ പിന്നെ അത് നമ്മളവിടെ എഴുതും. അത് നമ്മൾ ബാലൻസ് ഷീറ്റ് വരയ്ക്കുമ്പോൾ ആ ബാലൻസ് ഷീറ്റിൽ നമ്മൾ ഫിനാൻസ് കോസ്റ്റ്, ഫിനാൻഷ്യൽ ലയബിലിറ്റീസ്, നോൺ കറണ്ട് ലയബിലിറ്റിയിൽ നമ്മൾ ബോറോയിങ്സിൽ എഴുതും. ബോറോയിങ്സിലാണ് ആ എമൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ. ഈ ഇക്വിറ്റിയിൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതും മാത്രമേ എഴുതുള്ളൂ. പ്രിഫറൻസ് ഷെയർ നമ്മൾ ബോറോയിങ്സ്, ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ, നോൺ കറണ്ട് ലയബിലിറ്റിയിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റി ബോറോയിങ്സ് ആയിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യും. ഓക്കെ, ദെൻ സർപ്ലസ് അക്കൗണ്ട് നമ്മൾ അതർ ഇക്വിറ്റിയിൽ എഴുതുന്ന നമുക്കറിയാം. ഗ്രോസ് പ്രോഫിറ്റ് R1 റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ എഴുതാം. പ്രൊവിഷൻ ഫോർ ഡൗൺ ഡെപ്റ്റ്, ബാഡ് ഡെപ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് കുറയ്ക്കേണ്ടതായിട്ടാണ്. സെൻട്രൽ ക്രെഡിറ്റേഴ്സ് നമുക്ക് കറണ്ട് ലയബിലിറ്റിയിൽ എഴുതാം. ട്രാൻസ്ഫർ ഫീസ് നമുക്ക് അതർ ഇൻകത്തിൽ എഴുതാം. അക്രൂഡ് വേജസ് കറണ്ട് ലയബിലിറ്റിയാണ്, അതർ കറണ്ട് ലയബിലിറ്റിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം. സ്റ്റാഫ് ബെനവലൻറ്റ് ഫണ്ട് അല്ലേ, സ്റ്റാഫിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഫണ്ടാണത്. അത് നമുക്ക് അതർ ഇക്വിറ്റിയിൽ റിസർവിന് താഴെയിട്ട് എഴുതാം. ജനറൽ റിസർവ്, അത് അതർ ഇക്വിറ്റിയിൽ ആദ്യം എഴുതേണ്ടതായിട്ടാണ് ജനറൽ റിസർവ്. ഓക്കെ, ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഐറ്റം. ഇനി ദ പ്രൊവിഷൻ ഫോർ ഡെവലപ്ഡ് ഈസ് ടു ബി മെയ്ഡ് അപ് ടു ₹12,200, 10,200. അപ്പോൾ ഈ പ്രൊവിഷൻ, അപ്പോൾ ഇവിടെ ഒരു ബാഡ് ഡെപ്റ്റ് ഉണ്ട് അല്ലേ, സാധാരണ നമ്മൾ ചെയ്യാറുള്ള പോലെയാണ് ചെയ്യുന്നത്. ഈ ബാഡ് ഡെപ്റ്റ് 2,850 കൂടെ ഈ 10,200 ആഡ് ചെയ്തതിന് ശേഷം ഇവിടെ തന്നിരിക്കുന്ന പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് 9,000 ലെസ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് നമ്മൾ E7 റെക്കോർഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തേത് ഫാക്ടറി പ്രിമിസസ് പ്ലാന്റ് ആൻഡ് മെഷീനറി, മോട്ടോർ ലോറീസ് ആർ ടു ബി ഡിപ്രീസിയേറ്റഡ് ബൈ 3%, 15%, 20% റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഓരോ സെറ്റും ഫാക്ടറി മിംസിന് 3%, പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് 15%, മോട്ടോർ ലോറിക്ക് 20%. ഈ ഡിപ്രീസിയേഷൻ നമ്മൾ എവിടെ എഴുതണം? E6 എഴുതണം. E6 ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ എഴുതണം. എന്നിട്ട് ബാലൻസ് ഷീറ്റ് നോൺ കറണ്ട് അസറ്റ്സിൽ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റ് എഴുതുമ്പോൾ അതിന് കുറച്ച് എഴുതണം. അതാണ് നമുക്ക് അതിൽ ചെയ്യാനുള്ളത്. ഓക്കെ, അടുത്തത് ദി ഓതറൈസ്ഡ് ക്യാപിറ്റൽ ഓഫ് ദ കമ്പനി ഈസ് ₹10 lakh. കമ്പനിയുടെ ഓതറൈസ്ഡ് ക്യാപിറ്റൽ 10 lakh ആണ്. ഡിവിഡൻറ്റ് 1 lakh, ഷെയർസ് ₹10 each, 1,00,000 ഷെയറാണ് അവിടെ ഉള്ളത്. അപ്പോൾ 1,00,000 ഷെയറിൻ്റെ 10 ലക്ഷം. ഇത് നമ്മൾ ഈ ഇക്വിറ്റി എന്നുള്ള വർക്കിനോട് തയ്യാറാക്കുമ്പോൾ അതിൽ ഇൻഫർമേഷനായിട്ട് നമുക്ക് കാണിക്കാം. കമ്പനിയുടെ പരമാവധി മൂലധനം ഈ 10 lakh ആണ്.
അതിന് താഴെ 1 lakh ഷെയർസ് അറ്റ് ദ റേറ്റ് ഓഫ് ₹10 to 10 lakh amount ഓർഡർ ചെയ്തും ആ എമൗണ്ടിന് താഴെ എന്ന് വരയ്ക്കും. അപ്പോൾ എന്താണ്ടാവണം, അത്രയും രൂപയാണ് നമുക്ക് ഓതറൈസ്ഡ് ക്യാപിറ്റൽ ആയിട്ടുള്ളത്. മനസ്സിലായി, ഇൻഫർമേഷൻ മാത്രമാണ്, അഡ്ജസ്റ്റ്മെൻ്റ് അല്ല. ഓക്കെ, ദെൻ യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി 31st March 2012 ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് അറ്റ് 31st March 2012. ഇഗ്നോർ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ്. ഇതാണ് നമുക്ക് ഈ ചോദ്യത്തിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് ഇട്ടാം. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കുക, പഠിക്കാം. താങ്ക് യു.